ഗൈസ്, നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോ. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും അധികം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. നമ്മുടെ ഇതൊക്കെ കയ്യിലും മുഖത്തും കാലിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ തേക്കുന്നു അവിടെ വെളുക്കും, ആ ഒരു രീതിയിലുള്ള ഫേസ് പാക്ക് ആണിത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റിസൾട്ട് ആയിരിക്കും. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ്. ഭയങ്കര സിമ്പിളാണെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവം തന്നെ. പക്ഷേ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ ഗൈസ്, അടിപൊളി സാധനമാണ്. ഭയങ്കര സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. ഇത്രയും കോൺഫിഡൻറ്റോടെ ഞാൻ പറയുന്ന വേറൊരു ഫേസ് പാക്ക് ഇല്ല, അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. ഇപ്പം നിങ്ങളുടെ സ്കിന്നിന് നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. നമുക്ക് പിമ്പിൾസ് പോകാനോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് പോകാനോ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ കൺസിസ്റ്റൻസി അത് അങ്ങനെ ഒരു രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള റിസൾട്ടും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. എൻ്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് ഞാൻ തമ്മിൽ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. 1 ഇയർ ആയിട്ടുള്ള ഡിഫറൻസ് ആണത്. 1 ഇയർ ഒന്നും വേണ്ടി വരില്ല, നമുക്ക് വിസിബിളി എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും ഭയങ്കര ഡിഫറൻസ് അല്ല. അതിൻ്റെ ഒരു പകുതി വരെയൊക്കെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട്. ഫസ്റ്റ് വാഷിൽ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു ബ്രൈറ്റ്നസ് സ്കിന്നിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി സാധനമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഫ്ലാക്സ് സീഡാണ്. അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതല്ലാതെ ഇങ്ങനെയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെഴുവെഴുപ്പായിരിക്കും, ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ എടുക്കുന്ന 1/2 കപ്പ് വെള്ളമാണ്, മിൽക്കാണ് എടുക്കുന്നത്. 1/2 കപ്പാണ്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പ് 1/2 കപ്പ് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിയിൽ എടുക്കുക. ഇനി നമ്മൾ ഫ്ലാക്സ് സീഡ് പൊടിച്ചത് 2 സ്പൂണാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മിൽക്കാണെന്നൊക്കെ ഡൗട്ട് വരും. ഞാനിവിടെ എടുക്കുന്ന പശുമ്പാലാണ്. അത് ചൂടാക്കി തണുത്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പശുമ്പാൽ നിങ്ങൾക്ക് ആടിൻ്റെ പാലും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ചേർക്കുന്ന റൈസ് പൗഡറാണ്, 2 സ്പൂൺ എടുക്കുന്നുണ്ട്. റൈസ് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്സ് പൗഡറും ചേർക്കാവുന്നതാണ്. അതിലുപരി വേറൊന്നും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. വേറെ ഒന്നും നമുക്കിതിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനങ്ങളും ഇല്ല. റൈസ് പൗഡറിന് പകരം ഓട്സ് പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ് നമ്മുടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. ബ്രൂവിൻ്റെതാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണോ എടുക്കാം. ബ്രൂവിൻ്റെയാണ് ഏറ്റവും നല്ലത്, ബ്രൂവിൻ്റെതാണ്. അത് നമ്മൾ 1 സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇത് കട്ടി പിടിക്കും ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ റൈസ് പൗഡർ ചേർക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, അതിങ്ങനെ കുറച്ച് കട്ടി പിടിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അത് നല്ലതായിട്ട് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ കെട്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഫ്ലാക്സീഡ് എവിടെ കിട്ടും എന്നുള്ള ഡൗട്ട് എന്തായാലും കാണാം. അത് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതായിരിക്കും. 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ പാക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വലിയ വിലയൊന്നുമില്ല, 40-50 രൂപയൊക്കെ ആയിരിക്കും ഒരു ഫ്ലാക്സിൻ്റെ ചെറിയ പാക്കറ്റിന്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മളിത് ഗ്യാസിൽ വെച്ച് നമ്മൾ ജസ്റ്റ് ചൂടാക്കി എടുക്കാതെ ഇത് കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം, ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അടിയിൽ കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ചൂടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ അത് കുറുകി വരുന്നതാണ്. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 2 മിനിറ്റ് മാത്രം മതി, പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഫേസ് വാഷിട്ട് ജസ്റ്റ് മുഖം ഒന്ന് കഴുകിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫേസിലും അതുപോലെ കഴുത്തിൽ, കയ്യിലും കാലിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അണ്ടർആംസിൽ അപ്ലൈ ചെയ്യാം. പ്രൈവറ്റ് പാർട്ട് ഒഴികെ വേറെ എവിടെ വേണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യുന്ന ഭാഗം നന്നായിട്ട് ഇത് ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കുന്നതാണ്.
ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ നിങ്ങൾക്ക് ഡ്രൈ ആവാൻ വയ്ക്കുന്നത് കുറച്ച് പാടാണ് കേട്ടോ ഡ്രൈ ആയി വരാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഇരുന്നാൽ മാത്രമേ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുള്ളൂ. കട്ടിക്ക് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക, ലൂസ് ആക്കരുത്, കുറച്ച് കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ എടുക്കുന്നതിൽ തന്നെ എനിക്ക് മിച്ചം വന്നിട്ടുണ്ട്, അത് ഞാൻ കയ്യിലും കാലിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ ഫേസിൽ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവാൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ഹാഫൊക്കെ ഡ്രൈ ആയ സമയത്താണ് ഞാൻ എപ്പോഴും വാഷ് ചെയ്ത് കളയുന്നത്. അതിൽ കൂടുതൽ ഞാൻ ഒരിക്കലും ഡ്രൈ ആവാൻ വെക്കാറില്ല, കാരണം എൻ്റെ ഓയിൽ സ്കിന്നാണ്, ഭയങ്കരമായിട്ട് എക്സസ് ആയിട്ടുള്ള ഓയിൽ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കില്ല. അപ്പം നമ്മളിത് വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുമോ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. സത്യമായിട്ടും പറയാമല്ലോ, നന്നായിട്ട് ബ്രൈറ്റൻ ആക്കും. ഇത് നിങ്ങൾ ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കും, ഒരൊറ്റ തവണ നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ സ്കിൻ ഓൾറെഡി കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്നാണ്, അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഇടുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഒരു ചേഞ്ച് എനിക്ക് കാണിക്കില്ല, കാരണം എനിക്കറിയാവുന്നതാണ്. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും എൻ്റെ സ്കിൻ കുറച്ച് ബ്രൈറ്റാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര റിസൾട്ട് കാണിക്കില്ല. അപ്പോൾ അങ്ങനെ ബ്രൈറ്റ് അല്ലാത്തൊരു സ്കിന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടല്ല ഇത് യൂസ് ചെയ്യുന്നത്. ഇത്രയും അധികം ഫേസിൽ നന്നായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കുന്ന സാധനത്തിൻ്റെ മണ്ടയിൽ കൂടെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്ത് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, എനിക്ക് കമൻറ്റ് ബോക്സിലെത്തി കമൻറ്റ് ചെയ്ത് എനിക്ക് പറഞ്ഞാൽ എങ്കിൽ ഞാൻ അതുപോലെ ചെയ്തു നോക്കാം. അല്ലാതെ എനിക്കറിയില്ല എങ്ങനെയാണെന്ന് ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ മണ്ടയിൽ കൂടി എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ഒലിച്ച് പോകുമോ എന്നല്ലാതെ എനിക്കറിയില്ല കേട്ടോ. ചിലരുടെ കമൻസ് കണ്ടാൽ എനിക്ക് തോന്നി ഞാൻ മേക്കപ്പ് ഇടിച്ച് എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് ആ മേക്കപ്പ് ഇട്ട് ഈ വെള്ളം വെച്ച് ഈ തുടച്ച് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും മേക്കപ്പ് എന്തായാലും പോവും. എത്ര വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ് ആയിരുന്നാലും ശരി, വെള്ളം വെച്ച് തുടച്ച് കഴിഞ്ഞാൽ പോവും. നമ്മുടെ ഫേസിൽ ഉള്ള കാലം മേക്കപ്പ് ഇട്ട് വെച്ചിരിക്കാനല്ലല്ലോ. എന്തായിരുന്നാലും ശരി, ഒരു മസ്കാര ആയിരുന്നാലും ശരി, എന്തായിരുന്നാലും ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് മാച്ച് കളയണമല്ലോ, എന്തായാലും അത് മാച്ചാൽ പോകണമല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക, അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള സാധനമാണിത്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഏതൊരു പാക്ക് ആയിരുന്നാലും എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ഇതിലുപരി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അടിപൊളി സാധനമാണ്, എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയോണ്ടാണ് കേട്ടോ ഇത്രയും ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാമെന്നാണ് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.